ഇപ്പം ചേച്ചിക്കും ചേട്ടനെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, നമുക്കും പറ്റുമായിരിക്കും. മറ്റേ ഫോൺ വിളിച്ചിട്ട് കഴിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോ അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മളത് കണ്ടിട്ടേ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു, ഓ ഇതുപോലെ ആയിരിക്കും അവന്മാരൊക്കെ നമ്മളോട് ആ സമയത്ത് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായെന്ന് വെച്ചാൽ ഫോൺ വന്ന ശേഷം പ്രണയിക്കുന്നവരാണല്ലോ മറ്റേ ഡയലോഗ് നീ കഴിച്ചില്ലേ. നിങ്ങൾ മറ്റേ കത്തൊക്കെ എഴുതി പ്രേമിച്ചവരല്ലേ? അതല്ലേ നല്ലത്. അതിന്റെ വാല്യൂ ഇപ്പോഴും ഉണ്ട്. നമ്മള് കത്തും എഴുതിയിട്ടുണ്ട്, ഇങ്ങോട്ട് വരുമ്പോ അല്ല എന്താ പറഞ്ഞല്ലോ, ഞാൻ മിസ് ചെയ്തു. ഞാനൊന്നും പറഞ്ഞില്ല. അല്ല ശരിക്കും പറഞ്ഞ അശ്വിനില്ല, നമുക്കൊക്കെ അല്ലേ മിററിൽ അല്ല റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഫോൺ വിളിച്ചിട്ടാണല്ലോ ചേച്ചി നമ്മളൊക്കെ ചോദിക്കുക. ഇപ്പൊ തന്നെ അശ്വിൻ പറഞ്ഞു കുറച്ച് മീൻചാറോട് ഒഴിക്കുന്നു പറയുന്നത്. ഫോണൊക്കെ സംസാരിക്കില്ലേ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ ഈ ജനറേഷൻ ശരിക്കും പറഞ്ഞ അതൊക്കെ നിങ്ങൾ അഭിനയിച്ച ആ സമയത്ത് എങ്ങനെയായിരുന്നു ഈ സീൻസ് പറയുമ്പോ? അല്ല, ഇത് ഈ ഫോണിന്റെ പരിപാടി നമ്മള് ഇതിലും ഭയങ്കര ക്രിഞ്ചായിട്ടുള്ള കുറെ സംഭവങ്ങൾ റിയൽ അല്ല, ഞാൻ പറഞ്ഞ റിയൽ ലൈഫിലൊക്കെ നമ്മളെ ഇപ്പൊ ഈ തലവേദനയാന്നൊക്കെ പറയുമ്പോ വിക്സ് തേച്ചിട്ടുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട് ഓക്കെ എന്നൊക്കെ പറയുന്ന ഇങ്ങനൊക്കെ ഭയങ്കര അത് ക്രിഞ്ച് ആണോ? അല്ല, ക്രിഞ്ച് അല്ല, ക്രിഞ്ച് റിയൽ ലൈഫ് ക്രിഞ്ച്. റിയൽ ലൈഫ് ക്രിഞ്ച് ആണ്, അങ്ങനെ പറയാം നമുക്ക് മീര. മൂന്നാമത് ഒരാൾക്ക് കാണുമ്പോൾ ക്രിഞ്ച് ആയിരിക്കും, ആ രണ്ടുപേർക്കും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അശ്വിൻ നമ്മുടെ ആ ഏജിലും നമ്മളെ ഇല്ല, അതെ ഈ ജനറേഷൻ മനസ്സിലായില്ല ക്രിഞ്ച് എന്താ മനസ്സിലായി. ക്രിഞ്ച് പറഞ്ഞു കൊടുത്താൽ ഒലിപ്പീരെന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഒലിപ്പീരല്ല, പഞ്ചാര അല്ല അല്ല ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് നമ്മള് കൂടിപ്പോയില്ലേ ഈ അളിവ് നമ്മളിങ്ങനെ പറഞ്ഞു. ക്രിഞ്ച് ഒന്ന് കാണിക്കോ നിങ്ങൾ? ഞാനൊരു എക്സ്പ്രഷനിൽ ഫീൽ അത് ഇംഗ്ലീഷ് വേർഡ് ആണോ? അല്ല ക്രിഞ്ച് എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ. നമുക്കിപ്പോ ഫീൽ ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും കാണുമ്പോൾ ഫോൺ വിളി ഒന്ന് കാണിക്കോ പ്ലീസ്? ഇത് വിളിക്ക് രണ്ടുപേരും കൂടെ. മെസ്സേജ് ആണ്, മെസ്സേജ് പറയണേ, വോയിസ്. ഫുഡ് കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല. എന്താ കഴിക്കാത്തെ? വിശപ്പില്ല. എന്താ? കഴിച്ചിട്ട് എന്നോട് മിണ്ടിയാ മതി, അതുവരെ ഞാനും കഴിക്കില്ല. അമ്മേ ഇത്തിരി മീനാണ്. അത് കണ്ടിട്ട് ശരിക്കും മീര ഞങ്ങളുടെ ആ ജനറേഷൻ എല്ലാരും ഓ എടി ഇതുപോലെ ആയിരുന്നായിരിക്കും അന്ന് എന്ന് നമ്മളെല്ലാരും പറയും. ആ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തന്നെ വേറെ വേർഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. അതെ അതുപോലെ മറ്റേ ഡയലോഗ് മറ്റേ 33 വയസ്സായില്ലേ കല്യാണം കഴിക്കുന്നില്ലേ, ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന് നേരെ പിടിക്കുന്ന നിങ്ങൾ പിടിക്കുന്ന ഒരു കണ്ണാടി തന്നെയാണ് അല്ലേ? കാരണം 30 വയസ്സ് കഴിഞ്ഞ് എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ പോരെ? 30 വയസ്സ് 20 വയസ്സ് കല്യാണം കഴിക്കാൻ ഒരു പ്രായം അങ്ങനെ തോന്നിയിട്ടില്ല, അങ്ങനെ അതിന്റെ ആവശ്യമില്ല എന്ന്? ഇല്ല, അത് ഈ സിനിമയിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അത് നല്ല രീതിയിൽ എടുക്കും. നമ്മൾ അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ സിനിമയിൽ പറഞ്ഞെന്നല്ല, പക്ഷെ നമുക്ക് ഇതാണ് സമൂഹത്തിൽ ഇതാണ് നടക്കുന്നത്, നമ്മൾ ഇങ്ങനെ ആകാം, ഇങ്ങനെ ചിന്തിക്കാം എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സ്ത്രീകളുടെ കാര്യത്തിൽ വരുമ്പോഴാണ്, അതായത് പ്രായം കൂടിയ സ്ത്രീകളെ പ്രണയിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. തിരിച്ച് ഇപ്പം സച്ചിൻ തെണ്ടുൽക്കർ അഞ്ജലിയെ കല്യാണം 2 വയസ്സിന് മൂത്താണ്, അതൊരു പ്രശ്നമല്ല. ഒന്നും വേണ്ട, ഫ്രഞ്ച് പ്രസിഡന്റ് and his wife, first lady of France, മൂത്തതാണ്, അതൊരു പ്രശ്നമില്ല. നമ്മള് എത്ര 35 വയസ്സിന് മൂത്തതാ. അങ്ങനെയല്ല പറയുന്നത്. അല്ലല്ലോ ഒരിക്കലും അല്ല. അല്ല ഞാൻ പറഞ്ഞത് തിരിച്ചു വൈഫിന്. അപ്പൊ അതൊരു പ്രശ്നം. നമ്മൾ സാധാരണക്കാർ പ്രത്യേകിച്ച് തിരിച്ചാണ്. ഇപ്പൊ നമ്മൾ 10 വയസ്സ് മൂത്ത ഒരാണിനെ കല്യാണം കഴിച്ചാൽ അതൊരു പ്രശ്നമല്ല. അതേസമയം ഒരാണ് തിരിച്ച് പ്രായത്തിൽ 1 വയസ്സെങ്കിലും മൂത്ത, 1 വയസ്സ് മൂത്തതാണോ പറയുന്നത് എല്ലാവരും എപ്പോഴും എന്തിനും പറയും. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ആസ് much a taboo now. ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ജനറേഷൻ നമ്മുടെ ഇപ്പൊ ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ട്. ആ സോങ്ങില് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ തന്നെക്കാ പ്രായം കൂടിയ സെറ്റിലായ ചെക്കന്മാരെ പെൺപിള്ളേർക്ക് കേട്ടാക്കി പ്രായം കൂടിയ സെറ്റിലായ പെൺപിള്ളേരെ ഞങ്ങൾക്കും കെട്ടിക്കൂടെ, അപ്പോഴല്ലേ ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം.
അങ്ങനെ പറഞ്ഞു. ഈക്വാലിറ്റി ശരിയാ. എത്ര പ്രായം കൂടിയോ കുറഞ്ഞോ അതല്ല, ഇവിടെ നമ്മള് ഹാപ്പി ആണോ എന്നുള്ള, സന്തുഷ്ടരാണോ എന്നുള്ളത്. അപ്പം നമുക്ക് വേണ്ട എന്താ, നമ്മൾ ഷോർട്ട് ലൈഫ് നമ്മൾ ജീവിക്കുക, അതായത് നമ്മുടെ സന്തോഷവും സങ്കടവും നമ്മൾ തന്നെയാണ് ജീവിച്ച് തീർക്കുന്നത്, വേറൊരു വ്യക്തിയല്ല. ബട്ട് ചേച്ചി നേരത്തെ ഒരു കോൺവെർസേഷനിൽ പറഞ്ഞു, നമ്മുടെ സൊസൈറ്റി ജീവിക്കുമ്പം നമ്മൾ ചില കാര്യങ്ങൾ ഇത് ചെയ്യണം, പക്ഷെ സൊസൈറ്റിക്ക് വേണ്ടി നമ്മുടെ പേഴ്സണൽ വ്യക്തിപരമായ ലൈഫ്, അതായത് ഞാൻ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഓക്കെ ആണോ ഞാൻ 5 വയസ്സ് 10 വയസ്സ് കുറഞ്ഞ ആളെ കിട്ടുന്നത് അല്ലെങ്കിൽ കൂടിയ ആളെ കിട്ടുന്നത് എല്ലാവരും അപ്രൂവൽ കിട്ടിയിട്ടല്ല കല്യാണം കഴിക്കുന്നത്. ആർ യു ഹാപ്പി ആസ് എ പേഴ്സൺ? നിങ്ങളുടെ ഉള്ളിൽ സന്തോഷവതിയാണോ? മരിക്കുന്നിടം വരെ വാട്ട് മാറ്റേഴ്സ് ഇസ് വെദർ യു ആർ ഹാപ്പി.